ഭ്രാന്തുള്ളവരുടെ കൂടെയുള്ള ജീവിതം വലിയ ദുഷ്കരവാ. ഉറക്കത്തിൽ പോലും നമ്മൾ വിജിലന്റ് ആയിരിക്കണം. ഈ കാട്ടുമൃഗങ്ങളുടെ ജീവിതം പോലെ എപ്പോഴാണ് നമ്മൾ കൊല്ലപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. മാനസിക രോഗിയായ മരുമകള് ഉറങ്ങിക്കിടന്ന അമ്മായിയമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അമ്മയെ കണ്ടിട്ട് ബുദ്ധിമുട്ടുള്ള വീട്ടിലെയാണെന്ന് തോന്നുന്നില്ലല്ലോ. അയ്യോ, കരയല്ലേ കരയല്ലേ. അമ്മ കാര്യം പറ. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് ആരും ഇല്ലേ? ഒരു മകനുണ്ട്, എന്റെ പൊന്നവൻ. അവനിതൊന്നും അറിയുന്നില്ല. അവൻ ഗൾഫില. മരുമോൾ എന്നെ പൂട്ടിയിട്ടേക്കുവാ മോനെ. അയ്യോ, ഒരാഴ്ചയായിട്ട് എനിക്ക് ആഹാരം തരുന്നില്ല. തള്ള തകർക്കുവാണല്ലോ അളിയ. അമ്മ കരയല്ലേ. എന്റെ മകൻ ഇത് വല്ലതും അറിയുന്നോ മോനെ? പെറ്റമ്മയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൻ അറിഞ്ഞ അവൻ അവളെ കൊന്നു കളയും, അല്ലെങ്കിൽ ഉപേക്ഷിക്കും. അമ്മ അമ്മ എഴുന്നേക്ക്. ഞാൻ അമ്മേ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. എന്റെ പൊന്നു മോനെ, എന്നെ കണ്ട അവൾ എന്നെ കൊന്നു കളയും. മാത്രമല്ല, എന്നെ കൊണ്ടുചെന്നാക്കുന്ന മോനെ അവളെ ചീത്ത പറഞ്ഞു ഓടിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? ഇതെല്ലാം എന്റെ തലവിധിയ. ഞാനിതെല്ലാം അനുഭവിച്ചേ പറ്റൂ. ഞാനേ അമ്മയ്ക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു തരട്ടെ? അത് മോന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മ അമ്മ എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. അമ്മ എണീച്ചോ. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവാ മോനെ. മരുമോള് കണ്ട എന്നെ കൊല്ലും. അമ്മ വാ. സൂക്ഷിച്ചു. സംഗതി വർക്കൗട്ടായി. കാശ് കൊടുത്താൽ എന്താ? അവരുടെ അഭിനയ ഉഗ്രൻ. ശരിയുള്ളല്ലേ? രാജു, അങ്കിൾ ഇങ്ങനെ കിടക്കുമെന്നാണല്ലോ ഡോക്ടർ പറയുന്നത്. കോമയില. പണ്ട് അപകടം കഴിഞ്ഞ് വർമ്മ സാറ് കിടന്ന പോലെ. അന്നത്തെ പോലെ എന്തെങ്കിലും ഒരു മിറാക്കിൾ ഇപ്പം നടക്കണം. എന്നാലേ ജഗന്നാഥ് അങ്കിൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. രാജു, അങ്കിൾ എണീക്കണം. അങ്കിൾ എണീറ്റാലല്ലേ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവൂ. എൻ്റെ അമ്മ നിരപരാധിയാണെന്നും ഞാൻ അച്ഛൻ്റെ മകളാണെന്നും ഉറക്കെ പറയാൻ അങ്കിളിനെ കഴിയും. ബലിയാടാക്കിയ ഏക സാക്ഷിയ ജഗനങ്ങള്. അങ്കിൾ അച്ഛനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. ഈ കുഴപ്പങ്ങളെല്ലാം തീരണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല ഋതു. പക്ഷെ ആ കിടപ്പ് കണ്ടില്ലേ? ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ അങ്കിൾ തിരികെ വരാനാ? രാജു, ഒരു വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അമ്മാവൻ വന്ന ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഋതുവിന്റെ അമ്മാവനോ? അതാരാ? രാജു ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്റെ സ്വന്തം അമ്മാവൻ, ഡോക്ടർ ദേവദത്തൻ. ആ, അത് ശരിയാണല്ലോ. പക്ഷെ മൂപ്പരെ എവിടെ പോയി തപ്പിപ്പിടിക്കും? വല്ല കായലിന്റെയോ കടലിന്റെയോ അടിയിലിരുന്ന് തപസ് ചെയ്യായിരിക്കും ഡോക്ടർ ദേവദത്തൻ. എന്തായാലും ആ വഴിയൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ല ഋതു? ശ്രമിക്കണം രാജു, ശ്രമിച്ച അമ്മാവനെ കിട്ടും. അമ്മാവൻ സിക്സ് സെൻസ് ഒക്കെ ഉള്ള ആളല്ലേ? ഋതു മനസ്സിൽ വിചാരിക്കേ, അദ്ദേഹം പറഞ്ഞെത്തും. എന്നാ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നാ അദ്ദേഹം വരട്ടെ. പക്ഷേ അതിനു മുമ്പ് ഇവിടുത്തെ ഡോക്ടർ എന്താ പറയുന്നത് നോക്കാം. വാ. എന്റെ വക്കീലെ, എത്രയും വേഗം ഡിവോഴ്സ് ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. ഡിവോഴ്സ് ഒക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. എനിക്ക് ഒരേ ഒരു സംശയമുള്ളൂ. എന്ത് സംശയം? ചെറുക്കൻ ഇതിന് വില്ലിങ് ആകുമോ രുക്മിണി? അവൻ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുവോ?
ഉറപ്പായിട്ട് ഒപ്പിടും. അതിനുള്ള പാരകളും വേലകളും ഒക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. വക്കീലിനോടും ഡോക്ടറോടും നുണ പറയരുതെന്നാ പ്രമാണം. ആ നുണ പറഞ്ഞാൽ ചിലതൊക്കെ തിരിച്ചടിക്കും. അതുകൊണ്ട് സത്യം പറ രുക്മിണി, ഈ ശ്രീലക്ഷ്മിക്ക് വാസ്തവത്തിൽ ഭ്രാന്തുണ്ടോ? എവിടുന്ന്? അവക്കൊരു ഭ്രാന്തുമില്ല. ഉം. ഭ്രാന്ത് വരാനുള്ള മരുന്ന് ഞാൻ കൊടുത്തതാണ്. അവളുടെ തല ഇളകുകയും ചെയ്തു. പക്ഷെ എന്റെ കാലക്കേടിന് അവളത് കണ്ടുപിടിച്ചു. അവളത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ മുഴുഭ്രാന്തിയാക്കി മാറ്റിയേനെ. എന്റെ വക്കീലേ, ഈ രുക്മിണി ആരാ പുള്ളി? പലിശയ്ക്ക് കാശ് കൊടുത്ത് ഗുണ്ടകളെ വെച്ച് പിരിവ് നടത്തുന്ന രുക്മിണി അങ്ങനെ ചെറിയ കക്ഷിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. അല്ല, ആ പെൺകുട്ടി വലിയ കുഴപ്പമൊന്നുമില്ലാത്തൊരു കൊച്ചാണല്ലോ. പിന്നെന്താ അതിനോട് രുക്മിണിക്ക് ഇത്ര വൈരാഗ്യം? ഹ, ഒരു കൾച്ചറും ഇല്ലാത്ത ഫാമിലിയാണെന്നേ. പിന്നെ എന്റെ തറവാടിന്റെ പാരമ്പര്യ സംസ്കാരമൊന്നും ഇവൾക്കില്ല. ഉം. അല്ല, രുക്മിണിയുടെ തറവാട് ഏതാ? ആഹാ, വിളപ്പിൽ വിള ഫാമിലി. പേര് കേട്ട ഫാമിലി അല്ലേ, കേട്ടിട്ടില്ലേ? ഹരീഷ് മദ്യപിക്കോ? ആ, മനപ്രയാസമല്ലേ അവന്. ഹ, പിന്നെ ഇപ്പൊ കുടിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഈ അവസരം വക്കീലും മാക്സിമം മുതലെടുക്കണം. അവനെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള മിടുക്ക് ഞാൻ വക്കീലിനെ ഏൽപ്പിക്കുന്നു. ആ, ഞാൻ നോക്കാം. ആ മോനെ, നീ വന്നേ. മോനെ, വക്കീല് മോനെ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. അയ്യോ, മോൻ ഇവിടെ ഇരുന്നേ. സോറി വെക്കല്ലേ. ഓ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അതെ, എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ഞാൻ ആ രുക്മിണിയോട് വേണ്ടാന്ന് പറഞ്ഞത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയതാണെങ്കിലോ? ഒരത്യാവശ്യവും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാ ഹരീഷേ? ഞാൻ ഡിവോഴ്സ് പേപ്പർ തയ്യാറാക്കിയാ വന്നിരിക്കുന്നത്. ഹരീഷിന്റെ തീരുമാനം എന്താ? ഭാര്യയുടെ പേർക്കുള്ള മറ്റെന്ത് ഡിസബിലിറ്റിയും നമുക്ക് പരിഹരിക്കാം. പക്ഷെ ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഹരീഷേ? ആ, മെന്റൽ ഡിസബിലിറ്റി എന്നൊക്കെ പറയുന്നതേ അങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ വലിയ പാടാ. ശോ, ഭ്രാന്തുള്ളവരുടെ കൂടെയുള്ള ജീവിതം വലിയ ദുഷ്കരവാ. ശോ, ഉറക്കത്തിൽ പോലും നമ്മൾ വിജിലന്റ് ആയിരിക്കണം. ഈ കാട്ടുമൃഗങ്ങളുടെ ജീവിതം പോലെ എപ്പോഴാണ് നമ്മൾ കൊല്ലപ്പെടുന്നതെന്ന് പറയാൻ പറ്റില്ല. മാനസിക രോഗിയായ മരുമകള് ഉറങ്ങിക്കിടന്ന അമ്മായിയമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇത്തരം പെൺകുട്ടികൾക്ക് ശത്രുത അമ്മായിയമ്മമാരോടായിരിക്കും. ഈ മാരേജ് ലൈഫ് തുടർന്നു പോയാ ശ്രീലക്ഷ്മി ചിലപ്പോൾ രുക്മിണിയെ കൊല്ലും, നോ ഡൗട്ട്.